കാട്ടിലെ കുസൃതിക്കാരനായ ടാക്കു എന്ന കുരങ്ങൻ എപ്പോഴും കളിച്ചിരികളിൽ മുഴുകി ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഒരു ദിവസം മുത്തച്ഛൻ അവനെ കുന്നിൻ മുകളിലെ സൂര്യാസ്തമയം കാണാൻ വിളിച്ചപ്പോൾ അതൊക്കെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ടാക്കു ഒഴിഞ്ഞു മാറി. ഓരോ ദിവസവും മുത്തച്ഛൻ അവനെ കാത്തിരുന്നെങ്കിലും ടാക്കു കളിയിൽ തന്നെ തുടർന്നു. പെട്ടെന്നൊരു ദിവസം മുത്തച്ഛൻ അസുഖം ബാധിച്ച് തളർന്നു വീണു. കണ്ണ് തുറക്കാൻ പോലും പ്രയാസപ്പെട്ട് കിടക്കുന്ന മുത്തച്ഛനെ കണ്ടപ്പോൾ ടാക്കുവിന്റെ ഉള്ളുലഞ്ഞു. അപ്പോഴാണ് സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലെന്നും പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തണമെന്നും ടാക്കു തിരിച്ചറിഞ്ഞത്. താൻ ഓരോ ദിവസവും പറഞ്ഞിരുന്ന നാളെ എന്ന വാക്ക് എത്ര വലിയ തെറ്റായിരുന്നുവെന്ന് അവൻ സങ്കടത്തോടെ ഓർത്തു. വൈകിയാണെങ്കിലും അവൻ മുത്തച്ഛനെ താങ്ങിപ്പിടിച്ച് കുന്നിൻ മുകളിൽ എത്തിച്ച് ആ അസ്തമയം കാണിച്ചു കൊടുത്തു. മുത്തച്ഛന്റെ മുഖത്തെ ആ ചെറിയ പുഞ്ചിരി കണ്ടപ്പോൾ തന്റെ കളിച്ചിരികളെക്കാൾ വലുത് ഈ നിമിഷങ്ങളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ടാക്കു എന്ന് പഠിച്ചു. ഗുണപാഠം: നാളെ എന്നത് അനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താൻ ഇന്ന് എന്നതിനേക്കാൾ നല്ലൊരു സമയമില്ല. ഇതുപോലുള്ള കുട്ടിക്കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.